ഹോർമിസ് കടലിടുക്കിൽ ഇറാനും റഷ്യയുടെയും ചൈനയുടെയും സംയുക്ത സൈനികാഭ്യാസം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ജനീവയിൽ നടക്കുന്ന ഇറാനും USA തമ്മിലുള്ള ചർച്ചകൾ ഒരു നിലക്കും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറയുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 10 ദിവസം ഞങ്ങൾ ഇറാനിന് സമയം കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. യുറേനിയം നിർത്തിവെക്കണം, യുറേനിയം സമ്പുഷ്ടീകരണം, പദ്ധതികൾ ഒഴിവാക്കണം, അങ്ങനെ മിസൈൽ പദ്ധതികൾ 300 കിലോമീറ്ററായി ചുരുക്കണം, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് 10 ദിവസമാണ് USA ഡൊണാൾഡ് ട്രംപും ഇറാന് കൊടുത്ത സമയം എന്നുള്ളത്. ആ 10 ദിവസത്തിനുള്ളിൽ കരാറിലേക്ക് എത്തിയില്ല എങ്കിൽ ആക്രമണം എന്നാണ് USA പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെമ്പാടും അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എബ്രഹാം ലിങ്കണും അതിന് അർമാഡ അടക്കമുള്ള കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഇതൊക്കെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. സൈനിക ശാക്തീകരണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്നും അമേരിക്കയുടെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ ചൈനയുടെ സാറ്റലൈറ്റ് സംവിധാനം വഴി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ അവർ അവരുടെ ശക്തി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. USA നിന്നും അമേരിക്കയുടെ പുതിയ സൈനിക ടീം ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ നിന്നും 1000 സൈനികർ അമേരിക്കയുടെ ഉണ്ടായിരുന്നത് അതും ഇപ്പുറത്തേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. സിറിയയിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറി ഈ ഒരു യുദ്ധരംഗത്തേക്ക് അവർ വരുമോ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഉയരുന്നത്. അത്തരത്തിൽ വളരെ വലിയ യുദ്ധസമാനമായ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇറാൻ കുലുങ്ങാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ അത്യാധുനിക യുദ്ധക്കപ്പൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മിസൈലുകൾക്ക് അതിനെ മുക്കാൻ കഴിയുന്ന ശേഷിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, ഇറാൻ കഴിഞ്ഞ ദിവസം UN-ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. UN-യുടെ ഇറാന്റെ സ്ഥിരം പ്രതിനിധിയാണ് ആ കത്ത് നൽകിയത്. ആ കത്തിൽ പറയുന്നത് തങ്ങളുടെ രാജ്യം ഒരിക്കലും ഒരു ആക്രമണത്തിന് മുമ്പോട്ട് പോകില്ല, തങ്ങൾ ആരെയും ആക്രമിക്കില്ല, അമേരിക്കയെ ആക്രമിക്കില്ല, അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കില്ല, ഇസ്രായേലിനെ ആക്രമിക്കില്ല. പക്ഷേ ഞങ്ങളെ എങ്ങാനും ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും, കനത്ത ആക്രമണം തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അതുകൂടാതെ തന്നെ ഹോർമിസ് കടലിടുക്ക് അടക്കുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഹോർമിസ് കടലിടുക്ക് എന്നുള്ളത് ലോക ജലഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ എണ്ണ സഞ്ചാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഇടനാഴിയാണ്. ഈ ഇടനാഴി ഇറാൻ സ്തംഭിപ്പിച്ചാൽ അത് ലോകത്തെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കും. അത് നേരത്തെ തന്നെ നമ്മളുടെ വീഡിയോയിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് തന്നെയാണ് ആവർത്തിക്കുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ UN ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ അത്തരം ഒരു കത്ത് നൽകിയിരിക്കുന്നു. ആ കത്തിൽ പറയുന്നത് തങ്ങളെ ആക്രമിച്ചാൽ ഒരു നിലക്കും മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ വ്യോമത്താവളങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നാണ്. അമേരിക്കൻ വ്യോമത്താവളങ്ങൾ എന്നുള്ളത് മേഖലയിൽ മിക്കവാറും അറബ് രാജ്യങ്ങളിലും അമേരിക്കൻ വ്യോമത്താവളങ്ങളുണ്ട്. ആ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തും. അതായത് ഈ മിക്കവാറും രാജ്യങ്ങളുടെ പരിധിയിലുള്ള പരിധി തകർത്തുകൊണ്ട് അത്തരം ഭാഗങ്ങളെ ലക്ഷ്യം വെക്കുമെന്നാണ്. നേരത്തെ പലപ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഖാസിം സുലൈമാനിയുടെ വധം, ഇങ്ങനെ പലവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോഴൊക്കെ ഇറാൻ ഇതിലൊരു സംയമനം പാലിച്ചിട്ടുണ്ട്. ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ മൊത്തം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഇറാൻ ആ കാര്യം സുനിശ്ചിതമായും പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നേരത്തെ ചെറിയ രീതിയിലുള്ള ഈ വിട്ടുവീഴ്ചകൾ കാരണം, നേരത്തെയുള്ള സംയമനങ്ങൾ കാരണം ആ രാജ്യത്തിൻ്റെ അതിജീവനം തന്നെ അസാധ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിലെ യുദ്ധമുന്നണി അല്ലെങ്കിൽ യുദ്ധം മുറുകുന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോട് കൂടിയാണ് കണ്ടേണ്ടത്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നയതന്ത്രബന്ധമുണ്ട്, അമേരിക്കയുമായി നയതന്ത്രബന്ധമുണ്ട്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വലിയൊരു ജനവിഭാഗം ഈ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഉറവിടം എന്നുള്ളത്. ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തന്നെ താളം തെറ്റിക്കാനുള്ള രീതിയിലേക്ക് വലിയ യുദ്ധങ്ങൾ ഉണ്ടായാൽ അത് വഴിമാറും. പ്രത്യേകിച്ചും മേഖലയിലുള്ള
അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചാൽ ഇറാന് മുമ്പിൽ മറ്റു വഴികളില്ല, മറ്റു ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്നും തെക്കൻ ലെബനനെ ലക്ഷ്യമാക്കി വളരെ കടുത്ത ആക്രമണങ്ങൾ, കഴിഞ്ഞ ഈ വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ലെബനനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയത്. അത് ഇറാനുമായി പിന്തുണക്കുന്ന ഈ ഒരു സായുധ വിഭാഗമായ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചാണ്, ഹിസ്ബുള്ളയെ തറപറ്റിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ ഇവിടെ ഒരു നേരിട്ടുള്ള യുദ്ധം അമേരിക്കയുമായിട്ട് മുട്ടിയാൽ, ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടേണ്ട കാര്യത്തിലേക്ക് എത്തിയാൽ, അത് തുടർന്ന് ആ കളത്തിലേക്ക് ഇറങ്ങുക ഹിസ്ബുള്ളയായിരിക്കും. അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാവുന്ന കാര്യമാണ്. തെക്കൻ ലെബനിൽ നിന്നും വീണ്ടും ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങും. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതിപ്രവർത്തനമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയത്. ആദ്യം ഹിസ്ബുള്ളയെ നിഷ്ഫലമാക്കുക എന്നുള്ളതാണ്. ഇതിനിടയിൽ യമനിലെ അൻസാറുള്ള മേധാവിയെ തന്നെ, ഹൂത്തികളുടെ മേധാവിയെ തന്നെ, മലിക് ഹൂത്തിയെ തന്നെ വകവരുത്തിയതായി യഹ്യ സാരിയെ വകവരുത്തിയ സൈനിക മേധാവി വകവരുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞുകൂടാ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വരാനിരിക്കുന്നതുള്ളൂ. ഏതായാലും ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാന് പിന്തുണ കൊടുക്കുന്ന സായുധ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിൽ നടത്തിയത്. അത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഇങ്ങനെയുള്ള ബഹുവിധങ്ങളായ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഉപരോധങ്ങൾ, മറുഭാഗത്ത് ചർച്ചകൾ, മറുഭാഗത്ത് സൈനിക അഭ്യാസങ്ങൾ. പക്ഷെ ചൈനയും റഷ്യയും ഒരു നിലക്കും ഇറാനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അവർ നേരിട്ട് തന്നെ ഈ ഹോർമിസ് കടലിടുക്കിൽ സൈനികാഭ്യാസം തുടരുന്നുണ്ട്. തങ്ങളുടെ ശക്തി കാണിച്ച്, തങ്ങൾക്കുള്ള പിന്തുണ കാണിച്ച് അമേരിക്കൻ ആക്രമണങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് മുന്നിലുള്ളത്. അമേരിക്കയുടെ കൂടുതൽ സൈനിക ശക്തി ഈ മേഖലയിൽ ഒന്നാകെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.